നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ തന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. പ്രാരംഭമായിട്ട് 2-3 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 18. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. രണ്ടാമത്തെ വേദഭാഗം 18-ാം അധ്യായം മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18 വേഴ്സ് 20. 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. 3-ാമത്തെ വേദഭാഗം എപ്പിസ്റ്റൽ ടു എഫേഷ്യൻസ്, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. മലയാളത്തിൽ 5-ാമത്തെ വാക്യം. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. മതി. ഈ വായിച്ച 3 വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ക്ലാസ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, നിർബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദൈവസഭ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, നിർബന്ധങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും ഒടുവിൽ വായിച്ച വേദഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മളുടെ പരമപ്രധാനമായ ഉദ്ദേശം, നിർബന്ധം, ലക്ഷ്യം, ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഒരു വേദഭാഗമാണ്. അതിൽ നിന്ന് ഒരു പോയിൻ്റായിട്ട് ഞാനങ്ങ് പറയുകയാണ്. നമ്മളെ ദത്തെടുത്തത്, നമ്മളെ വീണ്ടെടുത്തത്, നമ്മളെ രക്ഷിച്ചത്, അതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് എന്തായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ആ 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വായിച്ച വേദഭാഗം, തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം. ആ വാക്യം അണ്ടർലൈൻ ചെയ്യുക. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം. അപ്പം നമ്മളുടെ 1-ാമത്തെ ഉത്തരവാദിത്വം, നിർബന്ധം അവിടെ ആരംഭിക്കുന്നു. 1-ാമത്തെ. അപ്പോൾ ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇനി നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും, മുന്നോട്ട് പോകും. അപ്പോൾ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട്, പ്രസാദം വരുമാറ് ഞാൻ ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ 1-ാമത്തെ ഉദ്ദേശം. ബി ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് വിൽ. തിരുഹിതത്തിൻ്റെ പ്രസാദം ആയിരിക്കണം എൻ്റെ ലക്ഷ്യം. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആത്മീക അനുഗ്രഹങ്ങൾ. ഈ ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ, ബ്ലെസ്സിങ്സിൻ്റെ, അതിൻ്റെ ആകത്തുകയാണ് നമ്മൾ എത്രമാത്രം ആത്മീകമായിട്ട് സമ്പന്നരാണ് എന്നുള്ളത്. ഹൗ മച്ച് റിച്ച് വി ആർ. നമ്മൾ എത്രത്തോളം സമ്പന്നരാണ് എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് എഫേസോസിലെ വിശ്വാസികളോട് പറയുകയാണ്, നമ്മൾ പിതാവായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ പുത്രനായ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്.
അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതിൻ്റെ വാക്യങ്ങളൂടെ ഒന്ന് നോട്ട് ചെയ്ത് മുന്നോട്ട് പൊക്കിക്കൊള്ളുക. 1-ാമത്തെ അധ്യായത്തിലാണ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, അതായത് 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. ഒന്ന്, അവൻ നമ്മെ തെരഞ്ഞെടുത്തു, ഈ എലക്റ്റഡസ്. അവൻ നമ്മളെ തെരഞ്ഞെടുത്തു, അവൻ നമ്മെ ദത്തെടുത്തു, അവൻ നമ്മെ സ്വീകരിച്ചു. ഹി എലക്റ്റഡസ്, ഹി അഡോപ്റ്റഡസ്, ഹി അക്സെപ്റ്റഡസ്. 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിക്കനുസരിച്ചുള്ളതായിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിക്ക് അനുസരിച്ചുള്ളതായിരിക്കണം. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, പിതാവായ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ 3 അനുഗ്രഹങ്ങൾ, ഹി എലക്റ്റഡസ്, ഹി അഡോപ്റ്റഡസ്, ഹി അക്സെപ്റ്റഡസ്. അപ്പോൾ അവൻ നമ്മെ തിരഞ്ഞെടുത്തു, ദത്തെടുത്തു, സ്വീകരിച്ചു. ഇതിനൊന്നും നമ്മൾ യാതൊരു അർഹതയുമുള്ളവരായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് 1-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിലാണ്. 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെയാണ്. പുത്രനായ ക്രിസ്തുവിൽ നമ്മൾ എത്രമാത്രം സമ്പന്നരാണ്, എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. അതിൽ 1-ാമത് പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മെ വീണ്ടെടുത്തു. ആ വാക്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ 7 മുതലുള്ള വാക്യങ്ങളിൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ നമ്മെ വീണ്ടെടുത്തു, അവൻ നമ്മെ മോചിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി. 4, അവൻ നമ്മെ അവകാശമാക്കി, അവൻ നമ്മെ അവകാശമാക്കി. ഇത്രയും കാര്യങ്ങളാണ്. 1-ാമത്തേത് ഹി റെഡീംഡ് us, അവൻ നമ്മളെ വീണ്ടെടുത്തു, ഹി റെഡീംഡ് us. 2, അവൻ നമുക്ക് റിഡംഷൻ തന്നു, അതല്ലെങ്കിൽ വീണ്ടെടുപ്പ് തന്നു, അല്ലെങ്കിൽ വീണ്ടെടുത്തു എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3-ാമത്തേത് ഒന്നാമത്തേത് അവൻ നമ്മളെ വീണ്ടെടുത്തു, 2-ാമത്തേത് മോചിപ്പിച്ചു. അപ്പം വീണ്ടെടുക്കുക മാത്രമല്ല, അവൻ നമ്മളെ മോചിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് ഹി റിവീൽഡ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവത്തിന് അങ്ങനെ ഹിതമായി, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി. എന്താണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പാത എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടം, അത് ക്ലിയറായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നു. 4-മതായിട്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നമ്മെ അവകാശമാക്കി, അവൻ നമ്മെ അവകാശമാക്കി. അപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, പുത്രനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ. അപ്പോൾ ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് എങ്ങനെ തിരുഹിതത്തിന് പ്രസാദം വരുമാറ് എനിക്ക് എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3-ാമത്തേതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളാണ്. 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, 1, അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു, അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. 2-ാമത്തേത് അവൻ നമുക്ക് അച്ചാരം തന്നിരിക്കുന്നു, അവൻ നമുക്ക് അച്ചാരം തന്നിരിക്കുന്നു. അപ്പോൾ 1 സീൽ ചെയ്തിരിക്കുന്നു, മുദ്രയിട്ടിരിക്കുന്നു. 2-ാമത്തേത് അവൻ നമുക്ക് ഒരു അഡ്വാൻസ് തന്നിരിക്കുന്നു, ഒരു അച്ചാരം നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ അവകാശത്തിൻ്റെ മുദ്ര നമ്മളിൽ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ത്രിയേക ദൈവത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇവ്വിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കിയവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവജനം എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്
അവൻ്റെ അല്ലെങ്കിൽ തിരുഹിതത്തിന് പ്രസാദം വരുമാറ് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്ക് നമ്മൾ അവിടെ നിൽക്കട്ടെ. അത് എങ്ങനെയാണ് തിരുഹിതത്തിന് പ്രസാദം വരാനായിട്ട് ഇടയായിത്തീരുന്നത് എന്നുള്ളത് 1-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വേദഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വേദഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൗലോസ് അവിടെ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേര് ഞാൻ പറഞ്ഞിരുന്നു, ജ്ഞാനോദയ പ്രാർത്ഥന. പ്രെയർ ഫോർ എൻലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയ പ്രാർത്ഥന. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥനയുണ്ട്. അത് 1-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിലും അതുപോലെ തന്നെ 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യത്തിലുമാണ് ഈ 2 പ്രാർത്ഥനകൾ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ പ്രാർത്ഥന എഫേസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവർ തിരുഹിതത്തിന് പ്രസാദം വരുമാറ് ജീവിക്കണമെങ്കിൽ അവർക്ക് വലിയൊരു പ്രാർത്ഥന ആവശ്യമാണ്. പൗലോസ് അവർക്ക് വേണ്ടി, പുതിയ വിശ്വാസികളാണ്, അവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ അനേക കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 4 കാര്യങ്ങളാണ്. അതായത് 4 റിയാലിറ്റീസ് ഇൻ ദാറ്റ് പ്രെയർ. ആ പ്രാർത്ഥനയിലെ 4 യാഥാർത്ഥ്യങ്ങളാണ്. അതിൽ 1-ാമത്തെ യാഥാർത്ഥ്യം, അവർ ദൈവത്തെ അറിയണം. നോ ഗോഡ്, അവർ ദൈവത്തെ അറിയണം. 2, നോ ദ കോളിംഗ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിളി എന്താണെന്ന് അറിയണം. അവരെ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്, എന്തിനു വേണ്ടിയാണ് ദൈവം അവരെ വിളിച്ചത്. പിന്നീട് നമ്മൾ വിശദമായിട്ട് ആ ഭാഗം ശ്രദ്ധിക്കുന്നതായിരിക്കും. 3-ാമത്തേത്, നോ ദ റിച്ചസ് ഓഫ് ഗോഡ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ഒരു പ്രാർത്ഥനയിലൂടെ അവർക്ക് ലഭിക്കുന്ന കേവലം പ്രാർത്ഥനയല്ല, ആ പ്രാർത്ഥനയുടെ കണ്ടന്റ് അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്ന ആ ആത്മീക സമ്പന്നതയുടെ ശ്രേഷ്ഠത, അതാണ് അപ്പോസ്തലനായി പറയുന്നത്. ടു നോ ദ റിച്ചസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ ആ ധനം എത്രമാത്രം വലുതാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ബൈബിളിൽ ഈ ധനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കൃപാധനം, മഹിമാധനം, അത്യന്തധനം, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിക്കണം. ഇതെല്ലാം കൂടെ ചേർത്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവൻ്റെ ധനത്തിൽ നമ്മൾ അറിയണം. അപ്പോൾ അവൻ്റെ ധനത്തിൽ നമ്മൾ കൈവെക്കണം, അവൻ്റെ ആ റിച്ചസിൽ നമ്മൾ കൈവെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് നമുക്ക് ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ദൈവസഭയിൽ കടന്നു വരുന്നതിന് എന്തൊക്കെയോ 1-2 ഉദ്ദേശങ്ങളുണ്ട്, അത് മാത്രം നിവർത്തിക്കുന്നു, നമ്മൾ പോകുന്നു. പക്ഷേ ദൈവം നമ്മളെ ദൈവസഭയിൽ ഒരു ചർച്ചിനോട് അല്ലെങ്കിൽ ഒരു ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ എന്നെ ആഡ് ചെയ്യുമ്പോൾ കർത്താവ്, അല്ലെങ്കിൽ ദിനംപ്രതി രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ചേർക്കുന്ന കർത്താവിൻ്റെ ആ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പോൾ അവർ ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ വിളി അറിയണം, ദൈവത്തിൻ്റെ ധനം അറിയണം. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്, അവർ ദൈവത്തിൻ്റെ ആ അളവറ്റ ശക്തിയുടെ വലിപ്പം അറിയണം. ടു നോ ദ പവർ ഓഫ് ഗോഡ്, അവൻ്റെ ശക്തിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥന, തൻ്റെ ആ ഒരു സെൻറ്റൻസ് പോലും നമുക്ക് ഒരു ശ്വാസത്തിൽ വായിച്ചു തീർക്കാനായിട്ട് പറ്റത്തില്ല, അത്രയും കാര്യങ്ങളാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇതിനെ 4ആയിട്ട് വിഭാഗിച്ചുകൊണ്ട് നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. ആ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു പേര് കൊടുക്കാം, അറിവുണ്ടാകൽ പ്രാർത്ഥന, ജ്ഞാനോദയ പ്രാർത്ഥന, പ്രെയർ ഫോർ എൻലൈറ്റ്മെൻറ്റ്. 2-ാമത്തെ പ്രാർത്ഥന, അത് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യത്തിലാണ്. ആ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു പേര് കൊടുക്കാം, പ്രാപ്തമാക്കൽ പ്രാർത്ഥന എന്ന്. പ്രാപ്തമാക്കൽ പ്രാർത്ഥന.
ഒന്നാമത്തെ അറിവുണ്ടാകൽ, ജ്ഞാനോദയം, നമുക്ക് ലഭിക്കുന്ന ഒരു അറിവ്, നോളജ്, ജ്ഞാനം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ലഭിക്കുന്ന ജ്ഞാനം അത് പ്രായോഗികതയിലേക്ക് കൊണ്ടുവരണം, പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി മുട്ടുകുത്തുകയാണ്, അവർക്ക് വേണ്ടി മുട്ടുകുത്തുക, ദൈവസഭയ്ക്ക് വേണ്ടി. അപ്പോൾ സഭയെ നയിക്കുവാനായിട്ട്, ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവസഭയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ആ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി മുട്ടുകുത്തുക. എന്താണ് അവർ പ്രാപിച്ചിരിക്കുന്ന ഈ സ്പിരിച്വൽ വെൽത്ത്, ആത്മീക ധനം, സ്പിരിച്വൽ റിച്ച്നെസ്, അത് അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അപ്പോൾ ഒന്ന് ജ്ഞാനോദയ പ്രാർത്ഥന, രണ്ട് പ്രാപ്തമാക്കൽ പ്രാർത്ഥന, ഇംഗ്ലീഷിൽ പ്രെയർ ഫോർ എനേബിൾമെൻറ്റ്. എളുപ്പമാണ്, മലയാളത്തിനെക്കാട്ടിലും ഇച്ചിരി എളുപ്പമാണ് ഇംഗ്ലീഷിൽ അത് പറയും, പ്രെയർ ഫോർ എനേബിൾമെൻറ്റ്. അപ്പോൾ ഈ രണ്ട് പ്രാർത്ഥന നമുക്ക് വേണ്ടിയും നമുക്ക് ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ചെയ്യാം. അപ്പോൾ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി അത് പറയുക. എഫേസ് ലേഖനം എന്ന് പറയുമ്പോൾ അതൊരു യൂണിവേഴ്സൽ ചർച്ചിന് വേണ്ടിയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അതിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പറയുന്ന 4 കാര്യങ്ങൾ, അവിടെയും 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 4 വാക്കുകൾ ഓർത്തിരിക്കുക. ഒന്ന് സ്ട്രെങ്ത്, 2 ഡെപ്ത്, 3 അപ്രിഹെൻഷൻ, 4 ഫുൾനെസ്. ഇത്രയും കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയിൽ ഉള്ളടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഇത്തരം കാര്യങ്ങളും എല്ലാം വരുമോ ഇതിൻ്റെ എന്തെങ്കിലും? അപ്പോൾ പൗലോസ് തൻ്റെ ആത്മീക വിഷൻ, തൻ്റെ കാഴ്ചപ്പാട് എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ആ ഒന്നാമത്തെ പ്രാർത്ഥനയിലേക്ക് വന്ന് അതിൽ ഒരു പോയിന്റ് മാത്രം എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഈ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിന് പൗലോസ് അവിടെ ആ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. 17-ാമത്തെ വാക്യത്തിലാണ്. എല്ലാ വാക്യങ്ങളും നമ്മൾ വായിക്കേണ്ട. 17-ാമത്തെ വാക്യത്തിൽ 17-ാം വാക്യത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അടുത്ത വാക്കാണ്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ആ പദപ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുക, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. അപ്പോൾ ഇത് വായിക്കുമ്പം തന്നെ നമുക്കൊരു പെന്തക്കോസ്റ്റൽ ടച്ചൊക്കെ നമുക്ക് ചിലപ്പം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതെന്താ അങ്ങനെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് അത് നമുക്ക് കിട്ടേണ്ട ആവശ്യമുണ്ടോ, എന്താണത് എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുതുന്ന ആ ഒരു ശൈലി, തൻ്റെ ആ സാഹിത്യ ശൈലിയും മറ്റു ഭാഗങ്ങളിൽ താൻ ഇതേ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതും പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതും ആദിമ സഭയുടെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് കോർത്തിണക്കി അത് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, കൃപാവരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതിൽ അടയാള വരങ്ങളുണ്ട്. അടയാള വരങ്ങൾ, സൈൻ ഗിഫ്റ്റ്, അത് കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സപ്പോർട്ടിംഗ് ഗിഫ്റ്റ്സ് ഉണ്ട്, താങ്ങി നിർത്തുന്നതായിട്ടുള്ള വരങ്ങളുണ്ട്. പിന്നെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പക്ഷെങ്കിൽ നിന്നു പോകുന്നത്, നീങ്ങിപ്പോകുന്നത്, നിലനിൽക്കുന്നത്, 3 തരത്തിലാണ് ദൈവത്തിൻ്റെ കൃപാവരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ത്രിയേകദൈവമാണ് കൃപാവരം തരുന്നത്. എന്നാൽ ഈ അടയാള വരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരോടുള്ള ബന്ധത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ദൈവം കൊടുത്ത ആ കൃപാവരങ്ങൾ, അത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ആ അടയാള വരങ്ങളെക്കുറിച്ച്, ഇത് അടയാളമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടയാളം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിയാലിറ്റിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ നിങ്ങൾക്ക് അടയാളമോ, ആ അടയാളം എന്തിനാണ്? ആ ശിശുവിൻ്റെ അടുക്കൽ എത്തുന്നത് വരെ. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ എത്തുന്നത് വരെ ഒരു സൈൻ, ഒരു അടയാളം ആവശ്യമാണ്.
അപ്പോൾ അടയാള വരങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങൾ നിങ്ങളത് നോട്ട് ചെയ്ത് പൊക്കൊള്ളുക, എല്ലാ വാക്യങ്ങളും വായിക്കണ്ട. അവരാൽ നടന്ന അടയാളങ്ങളാൽ, ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവരാൽ നടന്ന അടയാളങ്ങളാൽ, അതായത് അപ്പോസ്തോലന്മാരിലൂടെ നടന്ന അടയാളങ്ങളാൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? വചനത്തെ ഉറപ്പിച്ചു. അപ്പോൾ ദൈവവചനത്തെ ഉറപ്പിക്കുക, ഇംഗ്ലീഷിലോ ഗ്രീക്കിലോ ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടു ഓതന്റിക്കേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടയാള വരങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ടു ഓതന്റിക്കേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തെ ആധികാരികമായിട്ട് അതിനെ കൂട്ടിച്ചേർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കൂട്ടിച്ചേർക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് ദൈവവചനത്തെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം എന്താ? എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഇങ്ങനെ, 1-ാം അധ്യായം 1-ാം വാക്യം, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ട്. അപ്പൊ ദൈവം തൻ്റെ ജനത്തിന് തൻ്റെ വചനം, തൻ്റെ അരുളപ്പാട്, തൻ്റെ വെളിപ്പാട് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവം പണ്ട് പാർട്ട് ബൈ പാർട്ട്, അല്ലേ, ഭാഗമായിട്ടും പിന്നെ വിവിധമായിട്ടും എന്ന് പറഞ്ഞാൽ അത് ഓരോന്നും കാലാകാലങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള നിലയിൽ കൊടുക്കണം. അപ്പോൾ ഭാഗമായിട്ടും വിവിധമായിട്ടും തൻ്റെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ വരുന്ന കാര്യങ്ങൾ ഇനി ഈ അടയാള വരങ്ങൾ, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അടയാള വരങ്ങളാണ്. ആ അടയാള വരങ്ങളിൽ പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഈ അടയാളത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന വേറൊരു വാക്കാണ് വീര്യപ്രവൃത്തി. അപ്പോൾ അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിച്ചു. അപ്പോൾ ബൈബിൾ ഒന്നടങ്കം മൊത്തത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 3 കാലങ്ങളിലാണ് ഈ അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ബൈബിളിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഒന്ന്, മോശയുടെ കാലത്ത്. നമുക്കറിയാം, മോശയുടെ കാലത്ത് അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നടന്നു. അതിനു മുമ്പ് ഒരുപാട് അടയാളങ്ങളോ വീര്യപ്രവൃത്തികളോ ഒന്നും നടന്നിട്ടില്ല. അപ്പം മോശയുടെ കാലത്ത് അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ അടയാളവും വീര്യപ്രവൃത്തിയും ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ശമൂവേലിൻ്റെ കാലം, ഏലിയാവിൻ്റെയും ഏലിശയുടെയും ഒക്കെ കാലം വന്നപ്പോൾ അടയാളങ്ങളും ഈ വീര്യപ്രവൃത്തികളും പിന്നെയും ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഗ്യാപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും അപ്പോസ്തോലന്മാരുടെയും കാലത്ത് അടയാളങ്ങൾ നടന്നു. അപ്പം എന്തിനാണ് ഈ 3 പീരീഡിൽ ബൈബിൾ മൊത്തം നമ്മൾ വായിക്കും? അപ്പോൾ ബൈബിൾ എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ നമ്മൾ നോക്കണം. അപ്പോൾ അതിനെ ഒരു ആകമാന വീക്ഷണത്തിൽ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ നമ്മൾ ആകമാന വീക്ഷണത്തിൽ ഈ 66 പുസ്തകങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ ഒന്നടങ്കം പഠിക്കുമ്പോൾ ഈ 3 പ്രത്യേക കാലയളവിലാണ് ഈ അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്നിരിക്കുന്നത്. എന്തിനാണ്? അത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടു ഓതന്റിക്കേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ആ കാലത്താണ് ദൈവവചനം, അത് 1 മോശയുടെ കാലം, 2 പ്രവാചകന്മാരുടെ കാലം, 3 അപ്പോസ്തലന്മാരുടെ കാലം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറയുന്നത്, മോശ തുടങ്ങി അടുത്തത് സകല പ്രവാചകന്മാരും എഴുതി വച്ചിരിക്കുന്നതിൽ നിന്ന് തന്നെക്കുറിച്ചുള്ളത് താൻ അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? അപ്പം മോശ തുടങ്ങി സകല പ്രവാചകന്മാരും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ. അപ്പൊ എബ്രായ ലേഖനം 1-ാം അധ്യായം നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ എങ്ങനെ പറയണം? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരിലൂടെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്പോസ്തലന്മാരിലൂടെ അത് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഈ പൂർണ്ണമായ അത് വരുമ്പോൾ അംശമായ അടയാളവരങ്ങൾ അതെന്ത് ചെയ്യും? 2 വാക്കാണ്. ഒന്ന് നിന്നു പോകും, 2 നീങ്ങിപ്പോകും. ഒന്ന് സഡനായിട്ട് സ്റ്റോപ്പാവും, ചിലത് സ്ലോലി നിൽക്കും. ഈ 2 കാര്യങ്ങളാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇനിയും ഇവിടെ പറയുന്നത് ആ പദപ്രയോഗം ഇങ്ങനെയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജ്ഞാനത്തിൻ്റെയും
വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരണം. എന്തിനു വേണ്ടിയാണ്? തിരുഹിതത്തിന് പ്രസാദം പെരുമാറ് ജീവിക്കുന്നതിന് വേണ്ടി ഒരു ദൈവ പൈതലിന് ഇന്നിൻ്റെ നാളുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ്. ഞാൻ പിന്നീടും ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സുകളിൽ ഇങ്ങനെ അതിലെ ഓരോ പോയിന്റായിട്ട് ഞാനിങ്ങനെ വിശദീകരിച്ച് തരുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. അത് ഇന്ന് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഈ അടയാള വരങ്ങൾ കൊടുത്തപ്പോൾ പ്രത്യേകിച്ച് 2 വരങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന് ജ്ഞാനത്തിൻ്റെ വചനവും ഉണ്ടായിരുന്നു, പരിജ്ഞാനത്തിൻ്റെ വചനവും ഉണ്ടായിരുന്നു. അതും വിശദീകരിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിഷയത്തോടുള്ള ബന്ധം. ജ്ഞാനത്തിൻ്റെ വചനം, 2 പരിജ്ഞാനത്തിൻ്റെ വചനം. അതിൽ അടങ്ങിയിരിക്കുന്ന, അതിൽ ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള അനേക കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ പ്രാപിച്ച് ജനത്തോട് പറയണം. മനസ്സിലായല്ലോ? ജനത്തോട് പറയണം. അപ്പൊ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഒരു തെറ്റും കൂടാതെ ദൈവസഭയ്ക്ക് ദൈവജനത്തോട് പറയുന്നതിന് കൊടുത്ത കൃപാവരമാണ് ജ്ഞാനത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ദൈവം തൻ്റെ ദാസന്മാർക്ക് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാർക്ക്, പ്രവാചകന്മാർക്ക് ദൈവീക അരുളപ്പാടുകൾ, ദൈവീക മർമ്മങ്ങൾ, സഭയെക്കുറിച്ചുള്ളത് കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയും അതിലൊരു വള്ളിയോ പുള്ളിയോ വ്യത്യാസം വരാതെ ജനങ്ങളോട് പറയുന്നതിന് അവർക്ക് കൊടുത്ത ഒരു കൃപാവരമാണ് ജ്ഞാനത്തിൻ്റെ വചനം. ഇതിനോട് അടുത്ത് ബന്ധപ്പെട്ട അടുത്ത ഒരു കൃപാവരമാണ് പരിജ്ഞാനത്തിൻ്റെ വചനം. എന്തായിരുന്നു ഈ പരിജ്ഞാനത്തിൻ്റെ വചനം? ഈ തെറ്റുകൂടാതെ അവർക്ക് കിട്ടിയ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ദൈവത്തിൽ നിന്നും അവർ പ്രാപിച്ച കാര്യങ്ങൾ അവർ പറയുമ്പോൾ ഇത് രേഖപ്പെടുത്തുന്നില്ല, അവർ പിന്നീടാണ് അത് രേഖപ്പെടുത്തുന്നത്. അവർ രേഖപ്പെടുത്തുമ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരു വ്യത്യാസവും കൂടാതെ അത് രേഖയാക്കി തലമുറകൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ദൈവം അവർക്ക് കൊടുത്ത ഒരു കൃപാവരമാണ് പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അത് അടയാള വരത്തിൽപ്പെട്ടതാണ്. ഇനി അപ്പോൾ ദൈവത്തിൽ നിന്നും കൃത്യമായിട്ട് പ്രാപിച്ചു, അത് കൃത്യമായിട്ട് 1-ാം നൂറ്റാണ്ടിൽ അത് കൊടുത്തു. അതാണ് അപ്പോസ്തലന് പ്രയോജനമുള്ളതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ദൈവം എന്നോട് എന്തൊക്കെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കൊടുത്തോ അല്ലെങ്കിൽ തന്നോ അത് കൃത്യമായിട്ട് ഞാൻ ചെയ്തു, ഞാനത് കൊടുത്തു. ഇനിയും അത് കൃത്യമായിട്ട് രേഖപ്പെടുത്താനും അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല മറ്റ് ശിഷ്യന്മാർക്ക് ദൈവവചനത്തിൽ അത് എഴുതുവാനായിട്ട് ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാർക്ക് ഈ പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന ഒരു സംഭവം കൂടെ, ഒരു കൃപാവരം കൂടെ അവർക്ക് എന്ത് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന എന്താ? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ അവർക്ക് കൊടുക്കണം. ഇതെന്താണ് അതിൻ്റെ അർത്ഥം? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും. അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ വചനം പരിജ്ഞാനത്തിൻ്റെ വചനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ആ പറഞ്ഞപ്പോഴും എഴുതിയപ്പോഴും അതിൽ യാതൊരു തെറ്റും വന്നിട്ടില്ല. അതിലൂടെ, ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ, എഴുതിയ കാര്യങ്ങളിലൂടെ ദൈവം യഥാർത്ഥമായിട്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യതയോടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അത്രേ ഉള്ളൂ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ്. അപ്പോൾ ഈ പുതിയ നിയമത്തിലും ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി, അത് അതുപോലെ പറഞ്ഞു, അത് അതുപോലെ രേഖപ്പെടുത്തി. അതിലും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്ന കാര്യങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഹിഡനായിട്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച്
എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവാത്മാവിൻ്റെ ഇലൂമിനേഷനിൽ, ദൈവാത്മാവിൻ്റെ പ്രകാശനത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ എപ്പോഴും ഈ ഒരു തിയറി നമ്മൾ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്കിനി തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവസഭയിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റും, ദൈവസഭയിൽ ചില ശുശ്രൂഷകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ അനേക വർഷങ്ങളായിട്ട് ദൈവസഭയോട് ചേർന്ന് പോകാനായിട്ട് പറ്റും. പക്ഷേ ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രവർത്തനം നമ്മളിൽ സംജാതമാകുമ്പോൾ, നമുക്ക് വാസ്തവമായിട്ട് ദൈവഹിതത്തിൽ കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചതുപോലെ എനിക്ക് തിരിച്ചറിവുണ്ടാകും, ഞാൻ യഥാർത്ഥമായിട്ട് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന, എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ പാതയിലാണ് ഞാൻ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായത്. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? അതോ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാന്ന്? അല്ല, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ ഈ വെളിപ്പാടിൻ്റെയും അല്ലെങ്കിൽ ആ ജ്ഞാനത്തിൻ്റെയും ആത്മാവിൻ്റെ പ്രവർത്തനം എന്നിൽ വർത്തിക്കണം, എന്നിൽ ഉണ്ടാകണം. എന്നിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് വാസ്തവമായിട്ട് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന, ദൈവം എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം എനിക്ക് ജീവിക്കാനായിട്ട്, എനിക്ക് വർത്തിക്കാനായിട്ട് സാധിക്കും. ഒന്നും മനസ്സിലായില്ലെങ്കിലും, ഞാൻ ഇത്രയും പറഞ്ഞതേ, ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇത്രയൊന്നും പ്രാർത്ഥിച്ചൂടെ? കർത്താവേ, അവിടുത്തെ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് നിലനിൽക്കാൻ എനിക്ക് കൃപ തരണമേ നാഥ, എന്നെ സഹായിക്കണമേ നാഥ എന്നൊന്നാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡെഡിക്കേഷൻ, ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് അത് കിട്ടും, അത് ലഭിക്കും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ നിലയിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കറക്റ്റ് ആ ഒരു വിഷൻ കിട്ടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ പ്രശ്നങ്ങൾക്കോ പ്രതികൂലങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ യാതൊരു കാരണവുമില്ലാതെ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, അതായത് പുതിയ സംഭവങ്ങളല്ല കേട്ടോ, ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളല്ല, ദൈവാത്മാവിനാൽ അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളുണ്ട്. അത് വെളിപ്പെടുത്തി കിട്ടണം, അതെനിക്ക് വെളിപ്പെടുത്തി കിട്ടണം. അതിനാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്, കഴിഞ്ഞ ദിവസം വായിച്ചത്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്. അപ്പോൾ അത് എഴുതിയപ്പോൾ ദൈവം കൊടുത്ത ആൾക്കത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇനി അതെല്ലാം കൂടെ അങ്ങോട്ട് വിശദീകരിച്ച് എഴുതിയായിരുന്നെങ്കിൽ ഈ ബൈബിൾ എത്രയും കാണുമായിരുന്നു, ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പം അങ്ങനെ എഴുതാൻ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല, ഇങ്ങനെ എഴുതാനാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്. എന്നിട്ട് ദൈവം എന്താ ചെയ്തേ? അവൻ സഭയിൽ ചിലരെ, മനസ്സിലായല്ലോ, അവൻ സഭയോടുള്ള ബന്ധത്തിൽ അവൻ ചിലരെ ഈ കൃപകളും കൃപാവരങ്ങളും കൊടുത്ത് ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെങ്കിൽ ആ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം നമ്മളായിരിക്കുകയും ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളുടെ ശ്രേഷ്ഠതയിലേക്ക് നമുക്ക് വരാനായിട്ട് ഇടയായി തീരുകയും ചെയ്യണം. അതിന് നമുക്ക് വേണ്ട അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, പൗലോസ് ആ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രകാശിപ്പിക്കണം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. അപ്പോൾ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നിൽ നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി ഞാൻ എന്ത് ചെയ്യണം? പ്രകാശിപ്പിക്കണം. അപ്പോൾ ആ ഹൃദയദൃഷ്ടി നമ്മൾ പ്രകാശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഇതെല്ലാം ലിങ്കായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മളത് ചെയ്തേ പറ്റുകയുള്ളൂ. ആ ഭാഗം ഞാൻ അവിടെ വിട്ടിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി നമുക്ക് മടങ്ങി വരാം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആ ഒരു തിരിച്ചറിവും ആ ഒരു വെളിപ്പാടിൻ്റെ ആ റെവലേഷൻ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വെളിപ്പാടും നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്താനായിട്ട് ആരംഭിച്ചത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലാണ്. അതുകൊണ്ട് ആ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വെളിപ്പാടുകൾ ഒരുപാട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, എഴുതുന്നവർ അത് എഴുതിയെടുത്ത് മുന്നോട്ട് പൊക്കൊള്ളുക. ഒന്നാമത്തേത് റെവലേഷൻ ഓഫ് ഹിസ് പേഴ്സൺ, തൻ്റെ ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു റെവലേഷൻ താൻ കൊടുക്കുകയാണ്. ഞാൻ ആരാണ് എന്നുള്ളത് കർത്താവ് കൊടുക്കുകയാണ്. അപ്പോൾ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, എനിക്കിനിയും അവനെ അറിയണം. ഐ വാണ്ട് ടു നോ ഹിം മോർ. എനിക്ക് അവനെയും അറിയണം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയണം, പിന്നെയും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും അറിയണം. ഇതെല്ലാം അറിയണമെങ്കിൽ ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കഷ്ടത എന്ന് പറയുന്നത്. ഇതില്ലേ പറ്റത്തില്ല. ഇത്രയും നേരം വിചാരിച്ച ഞാൻ റെഡിയാണ്, ഇനി ഇങ്ങനെ തിരുഹിതത്തിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ അത് വേണമെങ്കിൽ ദൈവത്തിനൊരു കാര്യം ചെയ്തേ പറ്റൂ നമ്മളിൽ. ഹി വാണ്ട് ടു ബ്രൂയിസ് അസ്. നമ്മളെ അവന് എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മളെ തകർക്കണം. താല്പര്യമുണ്ടോ ആർക്കേലും മുന്നോട്ട് വരാൻ? തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം ജീവിക്കാൻ, തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനനുസരിച്ച് ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എനിക്ക് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് ഇനിയും എന്ത് ചെയ്യണം? അനുഭവിച്ചറിയാം. ഐ വാണ്ട് ടു എക്സ്പീരിയൻസ്. എനിക്കിനിയും അത് അനുഭവിച്ചറിയണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം. എന്തിന് കർത്താവിൻ്റെ ദാസന്മാർക്ക് ഇത്രയധികം കഷ്ടത ദൈവം കൊടുക്കുന്നു? അതായത് യോബ് പറയുന്നത് ഇങ്ങനെയാണ്, സർവശക്തൻ്റെ വിരൽ, അല്ലേ, ഫിംഗർ, കൈ എന്നെ ഒന്ന് തൊട്ടു. തൊടേണ്ടടുത്തേ തൊടത്തുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്പോട്ടിലായിരിക്കും. എന്നെ ദൈവം തൊട്ടു, എൻ്റെ ബ്രെയിനിലാണ് തൊട്ടിരിക്കുന്നത്. എൻ്റെ ബ്രെയിനിൽ ദൈവം തൊട്ടു. ആ ടച്ച് ഉണ്ടല്ലോ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നമ്മൾ അതോടുകൂടെ അങ്ങ് തീരുകയാണ്, തകർന്നു പോവുകയാണ്. ഒരിക്കലും തകരരുത്. ദൈവം ആ കറക്റ്റ് സ്ഥാനത്തായിരിക്കും. ആ ഒരു പോയിന്റ് നമ്മുടെ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, പ്രൗഡായിട്ടിരുന്നത് എൻ്റെ ബ്രെയിനാണ്, എൻ്റെ ഓർമ്മശക്തി, എൻ്റെ മെമ്മറി. ഭയങ്കര പ്രൗഡായിരുന്നു എനിക്ക്. അപ്പോട്ടെ തന്നെ അങ്ങ് തൊട്ടു. അപ്പോട്ടെ തന്നെ രാവിലെയും വൈകിട്ടും 600 mg വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക, ഈ ബ്രെയിൻ വർക്ക് ചെയ്യാതിരിക്കാൻ. എന്നാലേ എൻ്റെ കർത്താവിന് എന്നിൽ കൃപ പകരാനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ ബ്രെയിൻ ഇങ്ങനെ അങ്ങോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, എൻ്റെ ജഡം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ കർത്താവിന് പകരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്, ഏറ്റവും കൂടുതൽ അതിനെ ദൈവം തകർക്കും. പഴയ നിയമത്തിൽ ഇതുപോലെ തൊട്ട ഒരു അനുഭവം പറയാമോ? ആരെയോ ദൈവം ഒന്ന് തൊട്ടു, ദൈവത്തിൻ്റെ ദൂതൻ തൊട്ടു. കറക്റ്റാ, യാക്കോബിനെ അല്ലേ? രാത്രി മുഴുവൻ ആ ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് മല്ല് പിടിക്കുകയാണ്. ഒരു ദൂതൻ്റെ ശക്തി ആലോചിച്ച് നോക്കിയ, അശ്ശൂർ പാളയത്തിൽ 1,85,000 പേരെ തകർക്കാനുള്ള ശക്തി ആർക്കുണ്ട്? ഒരു ദൂതനുണ്ട്. പക്ഷെ യാക്കോബ് രാത്രി മുഴുവനും ഈ ദൂതനുമായിട്ട് മല്ലിട്ട് ആര് ജയിച്ചു? ജയിച്ചതാണോ ജയിപ്പിച്ചതാണോ? സംശയമൊന്നുമില്ലല്ലോ. എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പം തീരെ ഇത്രയൊന്നും, ഏതാണ്ട് ഇത്രയൊക്കെ, മോൻ്റെ അത്രയൊക്കെ പ്രായം. ഞങ്ങൾ ഈ രാത്രി കട്ടിലിൽ കിടക്കുന്നതിന് മുമ്പ് ഭയങ്കര ഗുസ്തിയാണ്, ഞങ്ങളിങ്ങനെ ഗുസ്തിയും ബഹളമൊക്കെ. അപ്പോൾ അന്ന് ഈ പഞ്ചിങ് അറിയാമല്ലോ മക്കളെ, അല്ലേ? പഞ്ചിങ് ഇങ്ങനെ ഇടിയല്ല, ഇങ്ങനെ കൈ ഇങ്ങനെ, അതിനെന്ത് പറയുന്നത്? റസ്സലിങ് അല്ലേ? റസ്സലിങ്. ഞങ്ങളിങ്ങനെ പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, റസ്സലിങ് ഇങ്ങോട്ടും. എൻ്റെ കുഞ്ഞിൻ്റെ കൈ പിഞ്ച് കൈയാണ്, കൊച്ചു കൈയാണ്. എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് ആ കൈ ഞാൻ പിടിച്ചാൽ, ഞാൻ പലപ്പോഴും ഉണ്ടല്ലോ, എന്നെ അങ്ങോട്ട് പിടിക്കും, അയ്യോ അവനൊരു ജമ്പ് ചെയ്യുക കട്ടില്. ഞാൻ വിചാരിക്കും ഫാനകലൊക്കെ ചെന്ന് മുട്ടുവന്നു.
കാരണം എന്താ? അവൻ ജയിച്ചു. ആരെ ജയിച്ചു? പപ്പായെ ജയിച്ചു. യാക്കോബ് തുള്ളിച്ചാടി ഒരു പോക്ക് പോയി. ദൂതൻ പുറകെ ചെന്നിട്ട് അവന്റെ തുടയുടെ തടം ഒന്ന് തൊട്ടു. അപ്പൊ ഇത്രയും നേരം മല്ല് പിടിച്ചിട്ട് ജയിച്ചു. പക്ഷേ തുടയുടെ തടമൊന്ന് തൊട്ടപ്പോൾ അവന്റെ കാല് ഉളുക്കി. ആദ്യത്തെ 7 വർഷം ആ തുടയുടെ എല്ലിന്റെ ബലം ഓട്ടത്തോടോട്ടം. അടുത്ത 7 വർഷം ഇങ്ങനെ ഓടുകയാണ്. പക്ഷെങ്കിൽ യബ്ബോക്കിന്റെ കടവിൽ സൂര്യൻ അസ്തമിച്ച സമയം, ദൈവവുമായിട്ട് എതിരിട്ട ആ ഒരു സമയം, യാക്കോബിനോട് ചോദിക്കാം, യാക്കോബേ, അതിന് മുമ്പായിരുന്നോ നല്ലത്, പിൻപായിരുന്നോ? ഈ ഉളുക്കിയിട്ട് അല്ലെങ്കിൽ മുടന്തി നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിരുന്നോ പിൻപായിരുന്നോ എന്നല്ലേ? അദ്ദേഹം പറയും, ഞാൻ എന്ന് മുടന്താൻ തുടങ്ങിയോ, ഞാൻ എന്നൊളുക്കാൻ തുടങ്ങിയോ, ഐ ബിക്കെയിം പ്രിൻസ്. ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രഭുവായിട്ട് മാറി. എന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. എന്നെ ആ ഒരു ഗോത്രങ്ങളുടെ പിതാവായിട്ട് എന്നെ കാണാനായിട്ട് പറ്റി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തൊടും. ഇത് വേറെ കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മസ്കറ്റ് പ്രധാന അസംബ്ലിയോട് ചിന്തിച്ചതുപോലെ, നാം ഈ ഭൂമിയിൽ പ്രവാസികളും പരദേശികളുമാണ്. വി ആർ സ്ട്രേഞ്ചേഴ്സ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും എന്തായിരിക്കും? സ്ട്രേഞ്ച്. മറുചോദ്യം പാടില്ല, എന്തിനാ ദൈവമേ ഇങ്ങനെ ചെയ്യുന്നേ? ഇത്രയും അധികം ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച പൗലോസിനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും, തൻ്റെ ഒരു പ്രാർത്ഥന പോലും ദൈവം നിരസിച്ചുകൊണ്ട് തന്നെ ഇത്രമാത്രം തകർത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്നും നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയാ. അപ്പൊ ദൈവസഭയിൽ നമ്മളെ ഇത്രയധികം ദൈവം തകർക്കുന്നതിൻ്റെ ഉദ്ദേശം, തൻ്റെ മുമ്പിൽ നമ്മളല്ല, ദൈവസഭയാണ്. മനസ്സിലായല്ലോ? തൻ്റെ മുമ്പിൽ ആരല്ല? നമ്മളല്ല, പിന്നെ ദൈവസഭയാണ്. കർത്താവിന് അത് ചെയ്തേ പറ്റൂ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി. ഒരു വാക്കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ, നിന്നെ തകർത്താലും ഞാൻ എൻ്റെ സഭയെ, നിന്നെ തകർക്കണം, എനിക്ക് എൻ്റെ സഭ പണിയണമെങ്കിൽ. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോൾ എങ്ങനെ മീറ്റിംഗ് ലീഡ് ചെയ്യാം എന്നുള്ളതല്ല ഇവിടുത്തെ പഠനം. എങ്ങനെ അപ്പത്തിന് സ്തോത്രം ചെയ്യാം എന്നുള്ളതല്ല, എങ്ങനെ പാനപാത്രത്തിന് സ്തോത്രം ചെയ്യാം, എങ്ങനെ അത് എടുത്തു കൊടുക്കാം, ഇതല്ല നമ്മൾ പഠിക്കേണ്ടതായിട്ട് പോകുന്നത്. ഈ ഒരു ട്രെയിനിങ് അല്ല നമുക്ക് ലഭിക്കേണ്ടത്. അത് നടന്നോളും, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ എങ്ങനെ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട്, അതായത് ഇവിടെ ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആരെയൊക്കെ നമുക്ക് ദൈവം ദാനം ചെയ്യുന്നോ അവരുടെ ആത്മീക അഭിവൃദ്ധി മാത്രമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അതിനെന്നെ ഏതെല്ലാം നിലകളിൽ ദൈവത്തിന് തകർക്കാൻ പറ്റുമോ ദൈവം തകർക്കും, യാതൊരു സംശയവുമില്ല. അവിടെയെല്ലാം നമുക്ക് ആവശ്യം സമർപ്പണമാണ്. പൗലോസ് പറയുക, ഈ തകർച്ചയൊക്കെ ഉണ്ടല്ലോ, എന്നെ ഇങ്ങനെ ദൈവം തകർക്കുന്നത് എന്നോടുള്ള അവൻ്റെ സ്നേഹമാണ്. എന്നോടുള്ള അവൻ്റെ സ്നേഹം, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവസഭയോടുള്ള അവൻ്റെ സ്നേഹമാണ് എന്നോടുള്ള ബന്ധത്തിൽ ഇത് കാണിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ എന്ത് ചെയ്തിരിക്കുക? പകർന്നിരിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ സ്വല്പം ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് ആ റോമാലേഖനം 5-8 അധ്യായങ്ങളിലൊക്കെ മലയാളത്തിലേക്ക് വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ പ്രശംസിക്കുകയാണ്, ദൈവസ്നേഹം എനിക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എന്നിൽ പകർന്നിരിക്കുന്നു. എന്നിട്ട് പറയുക, ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രശംസിക്കുന്നു എന്നല്ല. തുടക്കം, ഞാൻ കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. കഷ്ടത എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പ്, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പറഞ്ഞോ, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പൊ ദൈവം എനിക്ക് കഷ്ടത തരുന്ന എന്തിനാ? എനിക്ക് എന്തുണ്ടാവാനാ? സഹിഷ്ണുത ഉണ്ടാവാനാ. എനിക്ക് സഹിഷ്ണുത ഉണ്ടായാൽ എന്ത് സംഭവിക്കും? എനിക്ക് സിദ്ധത ലഭിക്കും. സിദ്ധത ഈസിക്കൽ ടു, ഇംഗ്ലീഷ് ബൈബിളിൽ കറക്റ്റാണ്, KJV-യിലും NKJV-യിലും ഒക്കെ കറക്റ്റാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്യാരക്ടർ എന്ന ക്യാരക്ടർ. എന്നെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ക്യാരക്ടറാക്കി മാറ്റണമെങ്കിൽ കഷ്ടത, സഹിഷ്ണുത,
സിദ്ധത. അതുകൊണ്ട് ഞാൻ എവിടെ പ്രശംസിക്കും? കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മളെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, മോൾഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോണം. തിരുഹിതത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടി എന്നെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ തകർത്ത് ദൈവം എന്നെ രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ദൈവം ഏത് രീതിയിൽ, നമ്മൾ ഒരിക്കലും കളിമണ്ണ് കുശവനോട് ചോദിക്കാനായിട്ട് പാടില്ല, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ തകർക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം തരുന്നു, എനിക്ക് എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ട് തരുന്നു, എന്തുകൊണ്ട് എനിക്ക് പ്രയാസം തരുന്നു. ഇനിയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ പ്രോസസ്സ്. പിശാചിൻ്റെ പ്രോസസ്സ് എന്തുമായിരിക്കും? പിശാച് ഈ സെയിം ടൈമിൽ പിശാച് നമ്മളോട് ചെയ്യുന്ന എന്തുമായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് കഷ്ടതയൊന്നും തരത്തില്ല. നമുക്ക് സുഖവും സന്തോഷവും സമ്പത്തിൻ്റെ സമൃദ്ധിയും ഇതെല്ലാം തന്ന് നമ്മളെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനനുസരിച്ച് ജീവിക്കാതിരിക്കുവാൻ, ശുശ്രൂഷിക്കാതിരിക്കുവാൻ എന്നെ വേണ്ടുന്നതെല്ലാം തരും. ഇതിൻ്റെ നടുവിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നു, എനിക്ക് അറിവുണ്ടാകണം, ഞാൻ ഏത് തിരഞ്ഞെടുക്കണമെന്ന്. ഇത് ഏത് വഴിയിൽ? നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ എൻ്റെ ബ്രദറെ, കൃപയാൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു ശമ്പളം കിട്ടി, നല്ലൊരു കുടുംബജീവിതം, ഒരു കുഴപ്പമില്ല, ഇങ്ങനെ സുഖമായിട്ട് ആരോ പാട്ടുകാർ, ഞാനും സുഖേന എന്തോ പാടാറില്ലേ നമ്മൾ, അല്ലേ? ഞാനും സുഖേന വാണോ? എന്നിട്ടാണ് നമ്മൾ പറയുന്നത്, എനിക്ക് തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് എനിക്ക് ജീവിക്കണം. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഏതാണ് എനിക്ക് ആവശ്യം? നമ്മൾ ഓരോരുത്തരും ആ ഒരു തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. ഇനി 16-ാം അധ്യായത്തിൽ റെവലേഷൻ ഓഫ് ഹിസ് പേഴ്സൺ, രണ്ടാമത്തേത് റെവലേഷൻ ഓഫ് ഹിസ് ചർച്ച്, തൻ്റെ സഭയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ഈ 16-ാം അധ്യായത്തിൽ നൽകുന്നുണ്ട്. മൂന്നാമത്തേത് ദ റെവലേഷൻ ഓഫ് ഹിസ് ഡെത്ത്, തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. അത് കഴിഞ്ഞിട്ട് ദ റെവലേഷൻ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ ആ ഒരു വെളിപ്പാട്. അത് കഴിഞ്ഞിട്ട് ദ റെവലേഷൻ ഓഫ് ദ റിവാർഡ്, എന്താണ് പ്രതിഫലം, എങ്ങനെയാണ് പ്രതിഫലം ലഭിക്കുന്നത്, ആർക്കാണ് പ്രതിഫലം ലഭിക്കുന്നത്, അതിൻ്റെ ഒരു വെളിപ്പാട് അവിടെ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ദ റെവലേഷൻ ഓഫ് ദ സെക്കൻഡ് കമ്മിങ്, ദ റെവലേഷൻ ഓഫ് സെക്കൻഡ് കമ്മിങ്. ഇനിയും അത് എല്ലാ ഭാഗമൊന്നും നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് കർത്താവ് തൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ തൻ്റെ കാര്യങ്ങൾ, ദൈവിക മർമ്മങ്ങൾ താൻ എങ്ങനെയാണ് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന് നോക്കുക. ഇനി കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. യേശു ഫിലിപ്പിൻ്റെ കൈസരിയിൽ 13-ാമത്തെ വാക്യം തൊട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോണം കേട്ടോ. യേശു 13-ാമത്തെ ചാപ്റ്റർ 16 വേഴ്സ് 13 ഓൺവേർഡ്സ്. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയും. ചോദ്യം എന്താണ്? ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടെന്ന് വിചാരിച്ചോ? യൂദാസായിട്ടോ പത്രോസായിട്ടോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ സ്വഭാവങ്ങൾ. ആരെങ്കിലും ഒരാളായിട്ട് ആ കർത്താവിൻ്റെ ശിഷ്യവൃന്ദത്തിൽ നമ്മൾ ഒരാളുണ്ടായിരുന്നെങ്കിൽ ന്യായമായിട്ടും നമ്മളെന്തോ ചോദിച്ചേനെ? ചോദ്യം ചോദിക്കാൻ മലയാളികളെ പോലെ മിടുക്കര് അല്ലേ? എവിടെയും ചോദ്യം ചോദിച്ച് തകർക്കാൻ നമുക്കറിയാം. ഇനിയും കഴിഞ്ഞ ദിവസവും ഇല്ലേ കുഴയ്ക്കുന്ന ഇല്ല, ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല, നല്ല നല്ല ആളുകൾ. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം ചോദിക്കാൻ നമ്മൾ മിടുക്കരാണ്. ദൈവത്തോടാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ആ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തു മറുപടി പറയുമായിരുന്നു? നിങ്ങൾ പറയത്തില്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാനങ്ങ് പറയുകയാണ്. ജനങ്ങൾ അങ്ങയെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? ജനങ്ങളോട് ചോദിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ യാതൊരു സംശയമില്ല, നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ. ജനങ്ങൾ എന്തു പറയുന്നു, ജനങ്ങൾ എന്താണ് നിന്നെക്കുറിച്ച് വിചാരിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ പറയുന്നേ? ഉത്തരവാദിത്വമില്ലായ്മ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു വിഷയം
അല്ലേ? എനിക്കറിയത്തില്ല. ഇവർ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞല്ലേ? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. എന്താ ഉത്തരം പറഞ്ഞ എന്താ? ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കർത്താവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ദൈവസഭയുമായിട്ട് ദൈവജനങ്ങളുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നമ്മൾ കൃത്യമായിട്ട് മറുപടി പറയാനുള്ളവരാണ്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് ലഭിച്ചു കഴിഞ്ഞാൽ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, നമ്മൾ യഥാർത്ഥ ട്രാക്കിലുള്ളവരാണെങ്കിൽ യാതൊരു സംശയവുമില്ല, നമ്മൾ കൃത്യമായിട്ട് കർത്താവിന് നമ്മൾ ഉത്തരം കൊടുത്തിരിക്കും. സഭയോടുള്ള ബന്ധത്തിൽ കണക്ക് നമ്മളോട് ചോദിക്കും എന്നുള്ളതിന് യാതൊരു അർത്ഥവുമില്ല. ഇനി അതുപോട്ടെ, കർത്താവ് അങ്ങനെ വലിയ ഉദ്ദേശമൊന്നുമില്ല. ഇങ്ങനെ ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞ് കർത്താവിന് അവിടെ യാതൊരു വിഷയവുമില്ല. പക്ഷേ കർത്താവ് യഥാർത്ഥ ചോദ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. യഥാർത്ഥ ചോദ്യം എന്താണ്? നിങ്ങളോ, 15-ാമത്തെ വാക്യം, നിങ്ങളോ എന്നെ ആർ എന്ന് പറയും. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു അവൻ ചോദിച്ചതിന് ആരാ ഉത്തരം പറഞ്ഞേ? ശിമോൻ പത്രോസ് ഉത്തരം പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു ശിമോൻ പത്രോസ്. ബാക്കി ആരും ഒന്നും പറഞ്ഞില്ല. ആരേ പറഞ്ഞുള്ളൂ? പത്രോസേ പറഞ്ഞുള്ളൂ. ഇനി കർത്താവിൻ്റെ മറുപടി. കർത്താവ് എന്താ മറുപടി പറയുന്നേ? യേശു അവനോട് ബർ യോനാ ശിമോനെ നീ ഭാഗ്യവാൻ. ഇവിടെ പല ഇന്ന് ട്രാൻസ്ലേഷനൊക്കെ വന്നപ്പോൾ ഏതാണ്ടൊക്കെ ഒരുവിധം കറക്റ്റായിട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ബർ യോനാ ശിമോനെ, എന്താണ് അതിൻ്റെ അർത്ഥം? ബർ യോനാ ശിമോൻ, യോനയുടെ മകനായ ശിമോനെ നീ ആരാ? ഭാഗ്യവാൻ. യോനാന്റെ സുവിശേഷം 21-ാം വാക്യം വായിക്കുമ്പോൾ ഈ പത്രോസ് യോനയുടെ മോനല്ല, പിന്നെ യോഹന്നാന്റെ മോനാ, യോഹന്നാന്റെ മകനായ. ഇനി നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് അതിൻ്റെ ഷോർട്ട് ഫോം ആയതെന്നല്ലേ. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പേര് കൊടുക്കുന്നല്ലേ ഇല്ല വലിയ പേരുകളുടെ. ഇപ്പം തിമോത്തിയോസിന് ടിം, എല്ലാത്തിൻ്റെയും ആ ഒരു ഷോർട്ട് ഫോമിലേക്ക് വരിക. അങ്ങനെ ഷോർട്ട് ഫോം ഒന്നുമല്ല. കർത്താവ് ഇവിടെ പറയാം ബർ യോന ശിമോനെ എന്ന് പറഞ്ഞാൽ നീ യോഹന്നാന്റെ മകനാണെങ്കിലും നിന്റെ സ്വഭാവം ആരുടേതാ? യോനയുടെ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ക്വാളിറ്റി കൊണ്ടാണ്, നമ്മുടെയൊക്കെ ഗുണം കൊണ്ടാണെന്നും പറഞ്ഞ്, നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാലും ഇല്ലേ, നമ്മുടെയൊക്കെ മട്ടും ഭാവവും കണ്ടാലും എൻ്റെ ഏതാണ്ട് ഗുണം ഇല്ല. നമ്മുടെ എല്ലാ ഗുണവും ആർക്കറിയാം? കർത്താവിനറിയാം. എല്ലാവരും. അതുകൊണ്ടാണ് ഈ പത്രോസ് ഇങ്ങനത്തെ വിളിയൊക്കെ വിളിച്ച് ഏറ്റവും അവസാനം കർത്താവേ നീ സകലവും അറിയുന്നു, കർത്താവേ. അതുകൊണ്ടാണ് ഈ താക്കോല് പത്രോസിന്റെ കയ്യിൽ കൊടുത്തിട്ടും കർത്താവ് ഒരു വേള പോലും അത് തിരിച്ചു മേടിക്കണമെന്നുള്ളൊരു ചിന്ത കർത്താവിന് വന്നില്ല. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസിനോടൊപ്പം നമ്മളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പ്രാവശ്യം ഈ താക്കോല് നമ്മൾ തട്ടിപ്പറിച്ചേനെ, യാതൊരു സംശയവുമില്ല. ഇനി ഒരു താക്കോലാന്നേ പോട്ട് ഇല്ലേ? നിങ്ങളുടെ ബൈബിളൊക്കെ എങ്ങനെ ഒരു താക്കോലാന്നോ കൊടുത്തേ? കീസ് ഓഫ് ഹെവൻ അല്ലേ? സ്വർഗരാജ്യത്തിന്റെ താക്കോലുകളാ കൊടുത്തിരിക്കുന്നത്. നമ്മളും ചോദിക്കും കർത്താവേ ഇതെന്തിനാ എല്ലാം കൂടെ അങ്ങ്. നമ്മുടെ ഏറ്റവും വലിയ സഭയോടുള്ള ബന്ധത്തിൽ ഈ വിഷയവും ഇത് തന്നെയാണ്. ഇതെല്ലാം കൂടെ ആ ഒരു അച്ചാൻ്റെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് ഞങ്ങളുടെ കൂടെ കയ്യിൽ തന്നാൽ എന്താ കുഴപ്പം? ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇനിയും ഞാനത് മുന്നോട്ട് പോവുകയാണ്. ബർ യോന ശിമോനെ നീ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് നീ ഭാഗ്യവാനായത്? എന്തുകൊണ്ടാണ് നീ ഭാഗ്യവാനായത്? തൊട്ടടുത്ത കാക്കിയത് പറയുന്നുണ്ട്, ജഡരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജഡരക്തങ്ങളല്ല. അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ ഭൗതിക പ്രവൃത്തിയിലൂടെ, നിന്റെ ബുദ്ധിയുടെ വൈഭവത്തിലോ നിന്റെ ചിന്തയുടെ വൈഭവത്തിലോ ഒന്നുമല്ല ഈ ഉത്തരം നീ പറഞ്ഞത്. നീ പറഞ്ഞ ഉത്തരം എന്താ? ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. എൻ്റെ ചോദ്യം ഇവിടെയാണ്, ഈ പിതാവ് വെളിപ്പെടുത്തിയത് കൊണ്ടാണോ ഇദ്ദേഹം ഭാഗ്യവാനായത്? ചോദ്യം ഇതാണ്. പിതാവ് ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തിയത് കൊണ്ടാണോ ഇദ്ദേഹം ഭാഗ്യവാനായത്? ആണോ? ദൈവം പത്രോസിന്
വെളിപ്പെടുത്തിയത് അതിനകത്ത് ഒരു മായവും ചേർക്കാതെ, ഒന്നും ആഡ് ചെയ്യാതെ, ഒന്നും ഡിലീറ്റ് ചെയ്യാതെ അതുപോലെ എന്ത് ചെയ്തു? റിവീൽ ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പൊ ദൈവസഭയുടെ പണിയോടുള്ള ബന്ധത്തിൽ ദൈവസഭയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിറവേറ്റണം? തിരുഹിതത്തിന്റെ പ്രസാദത്തിനായിട്ട് പൗലോസിനോട് പറഞ്ഞു, ബെറിയോന ശിമോനെ, നിന്റെ ആ നേച്ചർ ഒന്നും ശരിയല്ല, നീ ഇനിയും വരുന്ന നാളുകളിൽ ഇതിനെല്ലാം പ്രശ്നം ഉണ്ടാകാനായിട്ട് പോവുകയാണ്. പക്ഷെ ഇപ്പം നീ ഭാഗ്യവാനാ. കാരണം എന്താണെന്നറിയാമോ? പിതാവായ ദൈവം, എൻ്റെ പിതാവ് നിനക്ക് എന്തോ വെളിപ്പെടുത്തിയോ അതുപോലെ നീ ഇപ്പോൾ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. കുറച്ചു നേരം കഴിഞ്ഞു, താഴോട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വെളിപ്പാട്, തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കൊടുക്കുകയാണ്. ഇല്ലേ, 21-ാമത്തെ വാക്യം മുതൽ, മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അവിടെയും പത്രോസ് രംഗപ്രവേശനം ചെയ്യുന്നു. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, കർത്താവേ, അത് അരുത്. ആ 2 വാക്കുകൾ, നോ ലോഡ്, നോ ലോഡ്. കർത്താവേ അരുത്. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യെസ്. എന്ത് പറഞ്ഞാലും യെസ്. പക്ഷെ വിളി എന്തുവാ? കർത്താവേ എന്നാ. പ്രവൃത്തി എന്തുവാ? നോ. ഇതാണ് നമ്മുടെയൊക്കെ കുഴപ്പം. നമ്മൾ ദൈവസഭയെ അങ്ങ് ഭരിക്കാൻ നടക്കുക, ദൈവസഭയെ അങ്ങ് നന്നാക്കാൻ നടക്കുകയാണ്. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മളെങ്ങനെയാ തിരിച്ചു പറയുന്നേ? നോ ലോ. ഈ നോ ലോഡ് പറഞ്ഞിട്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉത്തരവാദിത്വം നടത്താമെന്ന് നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഏത് ശുശ്രൂഷയാണ്, ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് ഒന്നാമത് വേണ്ടത് എൻ്റെ കർത്താവ് എന്തെനിക്ക് വെളിപ്പെടുത്തി തരുന്നോ, അതായത് ദൈവവചനത്തിലൂടെ, എഴുതപ്പെട്ട തിരുവെഴുത്തിലൂടെ ദൈവം എന്ത് കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരുന്നോ അതുപോലെ ജനത്തിന് കൊടുക്കാൻ എനിക്ക് കഴിയണം. ഞാനത് കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ ദൈവം എനിക്ക് എന്ത് തരത്തില്ല. ദൈവം എന്നെ അത് ഏൽപ്പിക്കത്തില്ല. പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാനുള്ള പ്രാപ്തിയില്ല. എനേബിൾമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ലഭിക്കുന്നില്ല. ആ പ്രാപ്തി എനിക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം എന്താ? അവിടെ എൻ്റെ ബുദ്ധി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജഡരക്തങ്ങൾ അവിടെ കയറി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജഡത്തിൻ്റെ പ്രവർത്തനം അവിടെ വരുന്നു. അപ്പോൾ പത്രോസിനെ കർത്താവ് വിളിച്ച പേരെന്താണ്? എന്താ വിളിച്ച? 23-ാമത്തെ വാക്യത്തിൽ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ, കർത്താവേ അതരുതേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങി? കർത്താവിനെ ശാസിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് കർത്താവ് പറയുകയാണ്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല, പിന്നെ മനുഷ്യരുടേതത്രേ. ജഡത്തിൻ്റെ കാര്യങ്ങൾ, രക്തത്തിൻ്റെ കാര്യങ്ങളാണ് നീ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പത്രോസിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്, എൻ്റെ ബുദ്ധി അനുസരിച്ചോ, എൻ്റെ പ്രായോഗികത അനുസരിച്ചോ, എൻ്റെ സൗകര്യത്തിനനുസരിച്ചോ ദൈവസഭയെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ, ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ആ യഥാർത്ഥ വഴിയിലൂടെ, യഥാർത്ഥ റൂട്ടിലൂടെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണം. അങ്ങനെ ഒരു ഡെഡിക്കേഷൻ നമുക്കുണ്ടാകണം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആക്കിയിരിക്കുമ്പോൾ എൻ്റെ മാംസരക്തം അല്ലെങ്കിൽ എൻ്റെ ജഡമോ എൻ്റെ രക്തമോ എൻ്റെ ചിന്തയോ ഒന്നിനും ഒരു സ്ഥാനമില്ല. കർത്താവേ, നിന്റെ വചനത്തിന് ഞാൻ മുൻതൂക്കം കൊടുക്കും. നിന്റെ വചനം ഞാൻ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കും. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, യു ഹാവ് ടു, അല്ലെങ്കിൽ യു ഷുഡ് ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ് റൈറ്റ്ലി. നീ ദൈവവചനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം? ശരിയായിട്ട്. നീ എങ്ങനെ പ്രസംഗിക്കണം? ശരിയായിട്ട്. റൈറ്റ്ലി ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ആരൊക്കെ കമ്മിറ്റഡ് ആണോ, ആരൊക്കെ ദൈവസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നോ, തീർച്ചയായിട്ടും അവരെ ദൈവം ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് മുഖം നോക്കാതെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് ഇടയായി തീരണം. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും.
നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. ഏത് പാറമേൽ? നമ്മുടെ ട്രഡീഷണൽ വ്യാഖ്യാനം ആദ്യം എടുക്കാം. കർത്താവ് പറയാണ്, ദൗ ആർട്ട് പെട്രോസ്, നീ പാറക്കഷ്ണമാണ്. യു ആർ ദ പീസ് ഓഫ് റോക്ക്. ദൗ ആർട്ട് പെട്രോസ്, ഈ പാറമേൽ, അപ്പോൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഇതൊരു ട്രഡീഷണൽ വ്യൂ, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള കറക്റ്റ് ആ ഒരു വേർഷൻ ഇത് തന്നെയാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്ന ധ്യാനാത്മകമായ ചിന്തയാണ്. അപ്പോൾ നീ പത്രോസാകുന്നു, ഈ പാറമേൽ, പെട്ര, ഒന്നാമത്തേത് പെട്രോസ്, പത്രോസിന് ഉപയോഗിച്ചിട്ട് നീ ഒരു ചെറിയൊരു മെറ്റൽ അല്ലെങ്കിൽ ചെറിയൊരു പാറ കഷ്ണമാണ്. ഈ പാറ യുഗങ്ങളുടെ പാറയാണ്. ദാറ്റ് ഈസ് എ സോളിഡ് റോക്ക്, ബിഗ് റോക്ക്, ഹ്യൂജ് റോക്ക്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. രണ്ടാമത്തേത്, ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു റോക്കുണ്ട്. ദാറ്റ് ഈസ് എ ഡോക്ട്രിനൽ റോക്ക്. യേശുക്രിസ്തുവാകുന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. എഫേസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ വേറൊരു അടിസ്ഥാനമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. ആ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ തിരുഹിതത്തിൻ്റെ പ്രസാദമാകുന്ന ആ പാറമേൽ ദൈവത്തിൻ്റെ സഭയെ പണിയുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഒരു ദൈവസഭയുടെ ആരംഭമോ അതിൻ്റെ തുടർച്ചയോ അതിൻ്റെ പ്രവർത്തനമോ എന്തായിരുന്നാലും ദൈവികമായിട്ട് പ്രത്യേകമായിട്ടുള്ള ദൈവിക ദർശനം ലഭിക്കാതെ, ആ ഇൻസൈറ്റ് ലഭിക്കാതെ നമ്മളത് ചെയ്യാനായിട്ട് പാടില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ സഭകളൊക്കെ വളരുന്നത് എങ്ങനെയാണ്? പണ്ടേതോ പാർട്ടി പ്രവർത്തനം പറഞ്ഞതുപോലെ, വളരും തോറും പിളരുന്നു, പിളരും തോറും വളരുന്നു. ഇനി പിളരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിളർത്തും. ഇത് ദൈവസഭയുടെ വളർച്ചയല്ല, ദൈവസഭയുടെ തളർച്ചയും ദൈവസഭയുടെ അധപ്പതനവുമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി, എനിക്ക് എൻ്റെ സഭയെ പണിയണം, ഞാനാണ് പണിയുന്നത്. പക്ഷേ അതിനൊരു അടിസ്ഥാനമുണ്ട്. ഇത്രയേ ഉള്ളൂ. പിതാവായ ദൈവം നമുക്ക് എന്ത് വെളിപ്പെടുത്തി തന്നോ ആ വെളിപ്പെടുത്തപ്പെട്ട അരുളപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസഭ മുന്നോട്ട് പോകണം. ഇനിയും ഒന്നാമത്തെ തീരുമാനം, കർത്താവേ, നീ വെളിപ്പെടുത്തി തരുന്ന അല്ലെങ്കിൽ നീ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ ദൈവവചനമെന്ന പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനത് ചെയ്യാം, ഞാനത് ചെയ്യും. ആ ഒരു സമർപ്പണം ഉള്ളവരിലൂടെ മാത്രം ദൈവസഭ മുന്നോട്ട് പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനിയും അല്ല എങ്കിൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് പിന്നീട് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിന് പഴയ നിയമം നോക്കിയാലും പുതിയ നിയമം നോക്കിയാലും ദൈവം തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ വിളിച്ചു വേർതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുമ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ദൈവം എന്താ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അബ്രഹാമിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. ലോത്തും കുടുംബവും തൻ്റെ കൂടെ പോയി. അബ്രഹാം ഹാരാനിൽ വന്ന് പാർത്തു. ഹി സെറ്റിൽഡ് ദെയർ. ജഡരക്തങ്ങൾ പ്രവർത്തിച്ചു. അതിനെന്തോ റീസൺസ് ഉണ്ടായിരുന്നു. ഹി സെറ്റിൽഡ് ഇൻ ഹാരാൻ. ഹാരാനിൽ വന്ന് പാർത്ത് 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോൾ യഹോ നൗ ദ ലോർഡ് അപ്പിയർഡ് ടു എബ്രഹാം ആൻഡ് സെഡ്. ആ നൗ, അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ, ഹാരാനിൽ വന്ന് പാർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുതൽ ഇപ്പോൾ ഞാൻ അരുളി ചെയ്യുന്നു എന്ന് വരെയുള്ള എത്രയോ വർഷങ്ങൾ, 1, 2, 3, 4, 5 വർഷങ്ങൾ ദൈവം അബ്രഹാമിനോട് മിണ്ടിയിട്ടില്ല. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചിട്ടില്ല. ദൈവം അബ്രഹാമിനോട് വെളിപ്പെട്ടിട്ടില്ല. ആ സമയത്തെ ആരാധനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. സമം ഗാഡ് ബിക്കെയിം സൈലന്റ്. മനസ്സിലാക്കണേ, ഗാഡ് ബിക്കെയിം സൈലന്റ്. ദൈവം സൈലന്റായി. യാതൊരു ബന്ധവുമില്ല. നീ എന്ന് അതിൽ നിന്ന് നീ മടങ്ങി വരുന്നോ, നീ എന്ന് ഈ ഒരു ചിന്തയിൽ നിന്ന് തിരികെ വരുന്നോ, അന്ന് നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നിൻ്റെ നാളുകളിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ചിന്തിക്കും, ഞാൻ ചെയ്തത് ശരിയാ, എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല, ദൈവം എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ദൈവം അവിടെ സൈലൻ്റായി. ദൈവം അവിടെ സൈലൻ്റായി.
ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസിനോടുള്ള ബന്ധത്തിൽ അല്ല, യെരുശലേം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിച്ച ഒരു കാര്യം, യെരുശലേമിൽ നിന്ന് ലോകമൊക്കെയും ദൈവത്തിൻ്റെ വചനം പറയുവാൻ ഈ ശിഷ്യന്മാർ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ സ്പ്രെഡായി പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആലോചനയാകുന്നു. പക്ഷെങ്കിൽ ദൈവം ഒരു വലിയ കഷ്ടത കൊടുത്തിട്ടൂടെ അപ്പോസ്തോലന്മാരൊഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ചിതറിപ്പോയി. എന്തിനാ കഷ്ടത കൊടുത്തേ? വിശ്വാസികൾ ചിതറിപ്പോവാനല്ല, പിന്നെ അപ്പോസ്തലന്മാർ ചിതറിപ്പോവാനാ. പക്ഷെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തില്ല? ചിതറിപ്പോയില്ല. ദൈവത്തിൻ്റെ അരുളപ്പാടിന് പ്രതികരിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അടുത്ത 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ചിതറിപ്പോയവർ അവർ അവിടവിടങ്ങളിലായിട്ട് ദൈവവചനം പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ചു. ഒരു പുതിയ സഭയുണ്ടായി, അന്ത്യോക്യ സഭ. അന്ത്യോക്യ സഭയിൽ നിന്ന് ലോകമെമ്പാടും മിഷണറി ജേണികൾ അപ്പോസ്തലനായ പൗലോസ് ചെയ്യുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കിയോ പ്രിയമുള്ളവരെ, ഈ അന്ത്യോക്യയിൽ നടന്ന കാര്യം യെരുശലേമിലെ സഭയുടെ ചെവി, അതായത് മൂപ്പന്മാരുടെ ചെവിയിലെത്തി. അതെന്താണെന്ന് അന്വേഷിക്കാൻ ആരെ വിട്ടു? ബർണബാസിനെ വിട്ടു. ബർണബാസ് അവിടെ ചെന്നപ്പോൾ എന്തോ കണ്ട് സന്തോഷിച്ചു. എന്തോ കണ്ട് സന്തോഷിച്ചു? ദൈവകൃപ. അവിടെ ഇല്ലാത്ത എന്തോ കാര്യം ഇവിടെ വന്നു. ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സഭയിൽ ഇത്രയും നോക്കിയാൽ മതി. എന്തുണ്ടോന്ന്? ദൈവകൃപയുണ്ടോ? ദൈവത്തിൻ്റെ കൈയുണ്ടോ? ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ടോ? അത് വളരുന്നുണ്ടോ? അത് തളരുന്നുണ്ടോ? ദൈവം എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയോടുള്ള ബന്ധത്തിൽ ദൈവം സൈലൻ്റ് ആണോ? ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ദൈവം എങ്ങനെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം? പോയി അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞതാ. 1 വർഷമായിട്ട് ഈ പുള്ളി എന്ത് ചെയ്യുന്നില്ല? തിരികെ പോകുന്നില്ല. പോവണ്ട അതെനിക്ക്. നമ്മുടെ സഭയിൽ ദൈവത്തിൻ്റെ കൃപ വേണം, ദൈവത്തിൻ്റെ കൈ വേണം, ദൈവത്തിൻ്റെ വെളിപ്പാടിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.